ഈ ഒക്ലഹോമ പ്രയർ ലൈൻ്റെ ഭാഗമായിട്ട് അടിയങ്ങൾക്ക് തിരുസന്നിധിയിൽ കടന്നു വരുവാൻ അങ്ങ് സഹായിച്ച ദൈവകൃപയ്ക്കായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. ഇംഗ്ലീഷ് പ്രയർ ലൈൻ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കഴിയുവാൻ കർത്താവ് സഹായിച്ചു. അപ്പോൾ ഈ രാത്രിയിൽ അടിയങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്നു. അടിയങ്ങൾക്ക് ഇങ്ങനെ തന്ന സമയത്തിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. ലൈനിലായിരിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അങ്ങയുടെ തൃക്കരങ്ങൾ തരുന്ന പാട്ട് പാടുന്ന നിന്റെ മകളോട് അങ്ങയുടെ സാന്നിധ്യം കൂടെയിരിക്കണം. ആത്മനിറവിൽ പാടുവാൻ ഇടയാക്കണം. ദൈവവചനം അടിയങ്ങളോട് ഷെയർ ചെയ്യുന്ന നിന്റെ ദാസനോട് കൂടെയിരിക്കണം. ആത്മനിറവിൽ ദൈവത്തിന്റെ വചനം ഷെയർ ചെയ്യുവാൻ ആവശ്യമായ കൃപ തന്റെ ദാസന്റെ മേൽ പകരണം. കർത്താവെ, ബ്രദർ സാജനും ബിജിക്കും കുഞ്ഞുങ്ങൾ 3 പേർക്കും ആന്റിക്കുമായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ഈ പ്രയർ ലൈൻ്റെ ഈ പ്രയർ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്യണമേ ഞങ്ങളോട് യാചിക്കുകയാണ്. കർത്താവെ, അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അതിമഹത്തുള്ള നാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നത് ദയതോന്നി കാക്കണം സ്വർഗീയ പിതാവേ. സിസ്റ്റർ ബീന. സ്തോത്രം. ഈ രാത്രികാലവും ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ദൈവത്തെ കുറിച്ച് പാടുവാൻ, നല്ലവനും വിശ്വസ്തനും വലിയവനുമായ ദൈവത്തെ സേവിക്കുന്നതും സ്നേഹിക്കുന്നതും നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യമാണല്ലോ. ഭാരങ്ങളും പ്രയാസങ്ങളും ശോധനകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിൽ ഹല്ലേലൂയ വലങ്കരം പിടിച്ച് കർത്താവ് നമ്മളെ ഓരോ ദിവസവും വഴി നടത്തുന്നു. നമ്മുടെ ജീവിതത്തിലെ സാക്ഷ്യമാണല്ലോ. രാത്രികാലവും ഹല്ലേലൂയ വലിയവനായ ദൈവത്തിനെല്ലാം മഹത്വം അർപ്പിച്ചുകൊണ്ട് എന്നെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പാട്ടുപാടും. യഹോവേ, നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ, യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ. നിന്നെ സ്നേഹിക്കുന്നതും നിന്നെ സേവിക്കുന്നതും എൻ ജീവിത ഭാഗ്യമേ. നിന്നെ സ്നേഹിക്കുന്നതും നിന്നെ സേവിക്കുന്നതും എൻ ജീവിത ഭാഗ്യമേ. യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ, യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ. എൻ ഭാരം ഏറുമ്പോൾ നീ ഭാരം താങ്ങുവാൻ എൻ ചാരി വന്നെന്നെ ആശ്വസിപ്പിച്ചിടുന്നു. എൻ ഭാരം ഏറുമ്പോൾ നീ ഭാരം താങ്ങുവാൻ എൻ ചാരി വന്നെന്നെ ആശ്വസിപ്പിച്ചിടുന്നു. യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ, യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ. ശോധനകൾ വന്നെന്റെ ജീവിതത്തിൽ ഏറുമ്പോൾ നല്ല സാക്ഷിയായി വന്നെന്നെ ആശ്വസിപ്പിച്ചിടുന്നു. ശോധനകൾ വന്നെന്റെ ജീവിതത്തിൽ ഏറുമ്പോൾ നല്ല സാക്ഷിയായി വന്നെന്നെ ആശ്വസിപ്പിച്ചിടുന്നു. യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ, യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ. എത്ര എത്ര നന്മ നൽകി ഇത്രത്തോളം
നാഥനെ കാത്തുവല്ലോ. എത്ര എത്ര നന്മ നൽകി, ഇത്രത്തോളം നടത്തിയോ, ഓരോ നാളും കൂടെയിരുന്നു വീഴാതന്നെ കാത്തുവല്ലോ. യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ, യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ. നിന്നെ സ്നേഹിക്കുന്നതും നിന്നെ സേവിക്കുന്നതും എൻ ജീവിത ഭാഗ്യമേ. നിന്നെ സ്നേഹിക്കുന്നതും നിന്നെ സേവിക്കുന്നതും എൻ ജീവിത ഭാഗ്യമേ. യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ, യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ദൈവത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട രീതിയിലുള്ള പാട്ട് പാടുവാനായിട്ട് സിസ്റ്റർ ബീനയെ കർത്താവ് സഹായിച്ച ദൈവകൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. കർത്താവ് തൻ്റെ മകളെ അധികമായിട്ട് ഇനിയും ഉപയോഗിക്കട്ടെ. പാട്ടുകൾ കൂടെ കേട്ടതുപോലെ യഹോവ നല്ലവന്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതാനുഭവത്തോട് ചേർന്ന് പറയുവാനുള്ളത് യഹോവേ നീ എത്ര നല്ലവനാണ്. ആ നല്ലവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ രാത്രി നമുക്കായിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നന്ദിയോട് നമുക്കായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. അടുത്തതായിട്ട് ദൈവവചനത്തിൽ നിന്ന് നമ്മളോട് ഇന്നത്തെ ദൈവവചനം ഷെയർ ചെയ്യുന്നത് ഇവാഞ്ചലിസ്റ്റ് ഷാജി ജോർജ് ആണ്. അതിനുവേണ്ടി കർത്താവിന്റെ ദാസനെ ലൈനിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു സോ മച്ച്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കാമെന്ന് കരുതുന്നു. കേൾക്കാം. താങ്ക് യു. ദൈവത്തിന്റെ മഹത്വം. ഒക്ലഹോമ പ്രയർ ലൈനിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹത്തോടെ വന്ദനം ചെയ്യും. ചില നാളുകൾക്ക് ശേഷം ഇങ്ങനെ നിങ്ങളുമായി ദൈവത്തെ സ്തുതിക്കുവാനും വചനം ഷെയർ ചെയ്യുവാനും ദൈവം ആയുസ്സും ആരോഗ്യവും നൽകിയതിൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇതിനെ മുഖാന്തരം ഒരുക്കിയതായ പ്രിയ സാദിനോടും കുടുംബത്തോടും ഒക്ലഹോമ പ്രയർ ലൈനിൽ ഭാഗമായിരിക്കുന്ന നിങ്ങളേവരോടും ഞാൻ വളരെ കടപ്പെട്ടിരിക്കുന്നു. അധികം മുഖവുര കൂടാതെ നമുക്ക് വചന ചിന്തയിലേക്ക് കടക്കാം. അതിന് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. ആരെങ്കിലും അത് വായിച്ച് സഹായിച്ചാൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ തന്നെ സമയം ലാഭിക്കാനായിട്ട് വായിക്കാം. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിലെ 8-ാം വാക്യമാണ് നമുക്കൊന്ന് വായിക്കുവാനായിട്ട് ദൈവത്തിന്റെ കൃപയാല് എന്റെ മനസ്സിൽ ചിന്തിച്ചതായ ആ ഒരു ചിന്ത. മത്തായി സുവിശേഷം 28-ാം അധ്യായം 8-ാം വാക്യം. ആരെങ്കിലും എടുത്തെങ്കിലും വേഗം വായിക്കാം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറ വിട്ടു അവന്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി. താങ്ക് യു മാമേ. ആ ഭാഗം തന്നെ തുറന്നു വെച്ചേക്കണം. നമ്മൾ കൂടുതലായും 28-ാം അധ്യായത്തിൽ നിന്നാണ് കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറ വിട്ട് അവന്റെ ശിഷ്യന്മാരോട് അറിയിപ്പാനായിട്ട് ഓടിപ്പോയി. ഈ വാക്യത്തിന്റെ പശ്ചാത്തലം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ഇവിടുത്തെ വിഷയം. ഇതേ അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ നമുക്ക് ചില വാക്യങ്ങൾ കൂടെ വായിക്കാം. 1-ാം വാക്യം മുതൽ. ശബത്ത് കഴിഞ്ഞു. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. അവന്റെ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവനെ കണ്ടു പേടിച്ചു വിറച്ച് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെ ഇല്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു.
അവൻ കിടന്ന സ്ഥലം വന്നു കാൺമീൻ. അത്രയും മതിയമാണ്. നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ തുടർന്ന് വായിക്കാം. ദൂതൻ, നമുക്ക് 5-ാം വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. 6-ാമത്തെ വാക്യം, അവൻ ഇവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. ഒരു നല്ല ദൂതാണ് ദൂതന് പ്രിയ സഹോദരിമാരോട് പറയുന്നത്, ഒരു ഗുഡ് ന്യൂസ്. എന്തായിരുന്നു ആ ഗുഡ് ന്യൂസ്? കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഇനി നമുക്ക് അതിന്റെ 8-ാമത്തെ വാക്യം, നാം ആദ്യം വായിച്ച വാക്യത്തിലേക്ക് തന്നെ വരാം. അങ്ങനെ അവർ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറ വിട്ട് അവന്റെ ശിഷ്യന്മാരോട് അറിയിപ്പാനായിട്ട് ഓടിപ്പോയി. അപ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയുടെയും സ്ഥാനത്ത് നമ്മളായിരുന്നുവെന്ന് സങ്കല്പിക്കുക. ആ കല്ലറയുടെ മുൻപിൽ നമ്മുടെ ഓരോരുത്തരുടെയും റിയാക്ഷൻ എന്തായിരിക്കും? ഈ സംഭവിക്കുന്നത് യാഥാർത്ഥ്യമാണോ അതോ സ്വപ്നമാണോ എന്നൊക്കെ ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം. ഈ പറയുന്നതും ദൂതനെ കാണുന്നുണ്ട് അവിടെ, അതുപോലെ തങ്ങൾ കാണുന്നതും ശരിക്കും നടക്കുന്നത് തന്നെയാണോ അതോ വല്ലതും ദിവാസ്വപ്നമോ വല്ലതും ആണോ എന്നൊരു പക്ഷേ അവർ ചിന്തിച്ചേക്കാം. മാനുഷികമായ രീതിയിൽ അസംഭവമായ കാര്യങ്ങളാണ് ഈ പ്രിയ സഹോദരിമാരുടെ കണ്ണിന്റെ മുൻപിൽ നടക്കുന്നത്. കർത്താവിന്റെ കല്ലറ അവിടെ തുറന്നു കിടക്കുന്നു എന്നത് സത്യമായ കാര്യമാണ്. എന്നാൽ കല്ലറയുടെ സമീപത്ത് നമ്മൾ യേശുവിനെ കാണുന്നില്ല. അവിടെ ഒരു ദൂതൻ പറയുന്ന കാര്യമാണ് നാം വായിച്ചത്. അത് സത്യമാണോ? അങ്ങനെ ഈ വിവരം അറിയിപ്പാനായിട്ട് അവർ മഹാസന്തോഷത്തോടുകൂടി, എന്നാൽ അതേസമയം ഭയത്തോടും കൂടി, അത് രണ്ടും കൂടെ 2 എക്സ്ട്രീം ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് വളരെ സന്തോഷം, എന്നാൽ അതിന്റെ അപ്പുറത്ത് വളരെ ഭയത്തോടും കൂടി ഈ വിവരം അറിയിപ്പാനായിട്ട് ഓടിപ്പോയി എന്നാണ് നാം 8-ാം വാക്യത്തിൽ വായിക്കുന്നത്. ഒരു സമ്മിശ്ര ഒരു വികാരം, ഭയവും സന്തോഷവും. അതുകൊണ്ടാണ് ദൂതൻ അവരോട് പറയുന്നത് ഭയപ്പെടേണ്ട എന്നുള്ള വാക്യം. ആരും ഭയപ്പെട്ടു പോകും. കാരണം ഇവിടെ നമ്മളൊരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് വി സീ ഹിയർ എ സൂപ്പർ നാച്ചുറൽ ടച്ചിങ് ദ നാച്ചുറൽ. അസംഭവ്യമെന്ന് മാനുഷിക നിലയിൽ തോന്നുന്നതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ മത്തായി 28-ന്റെ 2-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, 28-2, കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേലിരുന്നിരുന്നു. നമ്മളൊന്ന് ഓർത്ത് നോക്കി, എന്തിനാണ് ദൂതൻ കല്ല് ഉരുട്ടി മാറ്റിയത്? യേശുവിന് പുറത്തു പോകാനാണോ? കല്ല് ഉരുട്ടി മാറ്റിയിരുന്നില്ല എങ്കിൽ യേശുവിന് പുറത്തു വരുവാനായിട്ട് കഴിയുമായിരുന്നില്ലേ? ഞാൻ ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ലോകമെമ്പാടും ഇങ്ങനെ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതേ കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കർത്താവിന് ഈ കല്ല് ഉരുട്ടി മാറ്റാതെ തന്നെ പുറത്തു വരുവാനായിട്ട് നിശ്ചയമായിട്ടും കഴിയുമായിരുന്നു. ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരുടെ നടുവില് കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ ശിഷ്യന്മാർ ഇരുന്നിരുന്നതായ മുറിയുടെ വാതില് പൂട്ടിയിരുന്നതായിട്ടാണ് നാം വായിക്കുന്നത്. അപ്പോൾ അടഞ്ഞുകിടുന്ന മുറിയിലാണ് യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ടത് എന്ന് നാം വായിക്കുന്നത്. തന്മൂലം ഒരടഞ്ഞു കിടക്കുന്ന വാതിലോ അല്ലെങ്കിൽ മുദ്ര വെച്ച കല്ലറയോ യേശുവിന് പ്രവർത്തിക്കുവാനായിട്ട് ഒട്ടും തടസ്സമല്ല. എന്നാൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥകൾ ഒരുപക്ഷെ ഇതുപോലെ ആയിരിക്കാം. വാതിലുകൾ ലോക്ക്ഡ് ആയിട്ടായിരിക്കാം നമ്മുടെ ഓരോരുത്തരുടെയും മുൻപിൽ നമുക്ക് തോന്നുന്നത്. തുറക്കാത്ത പല വാതിലുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മുന്നിൽ ഉണ്ടായിരിക്കാം. വാതിലുകൾ തുറന്ന് പ്രവർത്തിക്കാനും തുറക്കാത്ത കഥകളിലൂടെ തന്നെ അതിന്റെ നടുവിൽ പ്രവർത്തിക്കുവാനും നമ്മുടെ ദൈവത്തിന് നിശ്ചയമായും കഴിയും എന്ന് നാം ഈ സന്ധ്യാസമയം മനസ്സിലാക്കണം. നമ്മുടെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. നമ്മുടെ മുന്നിലുള്ളതായ പ്രതിസന്ധികൾ എത്ര ഉറപ്പുള്ള കല്ലായിരുന്നാലും അതിനെ ഉരുട്ടി മാറ്റി, ദൂതനെ കൊണ്ട് ഉരുട്ടി മാറ്റി കർത്താവിന് പ്രവർത്തിക്കുവാൻ കഴിയും. എന്നാൽ അത് അടഞ്ഞു കിടക്കുമ്പോൾ തന്നെ അതിലൂടെയും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പുറത്തു വരുന്നത് ഒരിക്കലും ആ ദൂതൻ വന്ന് കല്ലുരുട്ടി മാറ്റിയത് കൊണ്ടല്ല. പക്ഷെ എന്തിനാണ് ദൂതൻ കല്ലുരുട്ടി മാറ്റിയത്? അത് യേശുവിനെ പുറത്തു വരുവാനായിരുന്നില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. യേശുവിനെ പുറത്തു വിടാനായിരുന്നില്ല, പിന്നെയോ മറ്റുള്ളവരെ അകത്ത് കടക്കുവാനും യേശുവിന്റെ ശരീരം ഉള്ളിലില്ല എന്ന് പുറം ലോകത്തിന്
സത്യമായി സാക്ഷ്യപ്പെടുത്തുവാനുമാണ് കല്ല് ദൂതൻ ഉരുട്ടി മാറ്റിയത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിന് നേരെ വരുന്ന പ്രശ്നങ്ങളാകുന്ന കല്ലുകളെ കർത്താവ് എടുത്തു മാറ്റുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ പുറം ലോകത്തിന് സാക്ഷ്യമാകുവാനായിട്ട് കൂടിയാണ്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ അത് നിശ്ചയമായും നാം മറ്റുള്ളവർക്ക് സാക്ഷ്യമായിട്ട് തന്നെ ഇരിക്കുകയാണ്. കല്ല് ഉരുട്ടി മാറ്റി അതിന്റെ മുകളിൽ ഇരുന്നിരുന്ന ദൂതനല്ലേ വാസ്തവത്തിൽ ആദ്യമായിട്ട് സുവിശേഷം അറിയിച്ചത്? സാധാരണയായി നമ്മുടെ ഇടയിൽ പറയാറുണ്ട്, സഹോദരിമാരാണ് കർത്താവിനെ കുറിച്ചുള്ളതായ ഗുഡ് ന്യൂസ് അഥവാ സുവിശേഷം ആദ്യം അറിയിച്ചതെന്ന്. ഒരു കണക്കിന് അത് ശരിയാണ്. എന്ന് പറഞ്ഞാൽ ദൂതൻ ഈ സഹോദരിമാരോട് അറിയിച്ചു, എന്നാൽ ആ സഹോദരിമാരാണ് പിന്നീട് ചെന്ന് മനുഷ്യരോട്, അല്ലെങ്കിൽ മനുഷ്യനോട് പറയുന്ന രീതിയിൽ സഹോദരിമാരാണ് ആദ്യമായിട്ട് ചെയ്തത്. എന്നാൽ വേദപുസ്തക പ്രകാരം ദൂതനാണ് ആദ്യമായി സുവിശേഷം മറ്റുള്ളവരോട് അറിയിച്ചത്. എനിവേ, ദൂതൻ സഹോദരിമാരോട് പറയുന്ന വാക്കുകൾ നമുക്കൊന്നുകൂടി ശ്രദ്ധിക്കാം. വാക്യം 6 വാക്യം വന്നേ. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്നു കാൺമീൻ. അവിടെ നമുക്ക് ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. ഇംഗ്ലീഷിൽ ഹി ഈസ് നോട്ട് ഹിയർ ഫോർ ഹി ഈസ് റിസൺ, കം സീ ദ പ്ലേസ് എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. കം സീ ദ പ്ലേസ് വേർ ദ ലോർഡ് ലേ. കർത്താവിനെ വച്ചിരുന്നതായ സ്ഥലം നിങ്ങൾ കാണുക. കം സീ ദ പ്ലേസ്. അപ്പോൾ കം സീ, ദെൻ അവർ പറയുകയാണ് ഗോ ക്വിക്ലി ആൻഡ് ടെൽ. സോ കം ആൻഡ് സീ ദ പ്ലേസ്, then what you have to do, you go quickly and tell. ഇതാണ് ദൂതൻ പറഞ്ഞത്, കം സീ ദ പ്ലേസ്. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിനെ പറ്റി മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുമ്പോൾ, വിറ്റ്നസ് ചെയ്യുന്നതിന് മുൻപേ തന്നെ കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റു എന്ന ഒരു അൺഷേക്കബിൾ കൺവിക്ഷൻ ആ വിറ്റ്നസ് ചെയ്യുന്ന ഓരോരുത്തർക്കും ഉണ്ടാകണം. അതാണ് ദൂതൻ പറഞ്ഞത്, കം ആൻഡ് സീ, then you go and tell. അതെ, നമ്മുടെ ഡ്യൂട്ടിയും അത് തന്നെയാണ്, ഗോ ആൻഡ് ടെൽ എന്നത്. അത് നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ എങ്ങനെയാണ് ഈ ലോകം നമ്മുടെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അറിയുന്നത്? അത് നമ്മുടെ വാക്കിലൂടെ മാത്രമല്ല, നമ്മുടെ പ്രവൃത്തിയിലൂടെയും നമ്മുടെ സ്വഭാവത്തിലൂടെയും മറ്റുള്ളവർ മനസ്സിലാക്കുവാനായിട്ട് ഈ ദിവസങ്ങളിൽ ഇടയാകട്ടെ. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ നമുക്ക് വേണ്ട വിധത്തിൽ സുവിശേഷത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. മത്തായി 28 അധ്യായത്തിലെ 2 മുതൽ 7 വരെയുള്ള വാക്യത്തിലാണ് നാം ദൂതനെ കാണുന്നത്. എന്നാൽ അതുപോലെ തന്നെ 8 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ നാം 2 സ്ത്രീകളെ കാണാൻ കഴിയുന്നുണ്ട്. വാക്യങ്ങൾ 11 മുതൽ 15 വരെ നാം വായിക്കുമ്പോൾ കാവൽക്കാരുടെ ചരിത്രങ്ങൾ കാണാം. 16 വാക്യം മുതൽ 11 ശിഷ്യന്മാരുടെ നടുവിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടതായ കാര്യങ്ങളാണ് കാണുന്നത്. എന്നാൽ കല്ലറ കാണാനായിട്ട് ചെന്നവരുടെ വിവരം മത്തായി വിവരിക്കുമ്പോൾ 2 മറിയമാരുടെ കാര്യം ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2 മറിയമാർ. മർക്കോസ് 16 ഇവരുടെ കൂടെ നമുക്ക് ശലോമയെ കാണാൻ കഴിയുന്നുണ്ട്. ലൂക്കോസ് 24:10 നമുക്ക് അവിടെ ഹെരോദാവിന്റെ കാര്യവിചാരകനായിരുന്ന കൂസയുടെ ഭാര്യ യോഹന്നയുടെ കാര്യം, അത് നമുക്ക് 8:3 അവിടെയാണ് ഹെരോദാവിന്റെ കാര്യവിചാരനായ കൂസയുടെ ഭാര്യയെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. കൂടാതെ അവരോടുകൂടെ മറ്റ് സ്ത്രീകളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ 2 മറിയമാരും 1 ശലോമയും 1 യോഹന്നയും, കൂടാതെ മറ്റു സ്ത്രീകൾ. ഒരുപക്ഷെ ആ മറ്റു സ്ത്രീകൾ അവരുടെ സഹായത്തിനായിട്ടുള്ള സ്ത്രീകളായിരിക്കാം. അപ്പോൾ ഇനി നമുക്ക് കർത്താവ് ഉയർത്തെഴുന്നേറ്റതായ സമയം കൂടി പരിശോധിക്കാം. ഓരോ സുവിശേഷത്തിലും എങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നാം ഇവിടെ വായിച്ചതാണ് മത്തായി സുവിശേഷം 28 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ അമ്മമ്മ വായിച്ചു. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ സ്ത്രീകൾ കല്ലറയിലെത്തിയെന്ന് മത്തായി എഴുതുമ്പോൾ, മർക്കോസ് 16:2 നാം വായിക്കുന്നത് അതികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ എന്നാണ്. അതുപോലെ തന്നെ ലൂക്കോസ് 24:1 അതികാലത്ത് എന്ന് നാം കാണുന്നു. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇരുട്ടുള്ളപ്പോൾ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാൾ എഴുതിയപ്പം അത് നേരം വെളുക്കുമ്പോൾ എന്ന് എഴുതി, വേറൊരാൾ എഴുതിയപ്പോൾ അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ എന്ന് എഴുതി, മർക്കോസും അതുപോലെ തന്നെ അധികാലത്തെന്ന് എഴുതി, എന്നാൽ യോഹന്നാൻ എഴുതിയപ്പോൾ ഇരുട്ടുള്ളപ്പോൾ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ
ഈ സുവിശേഷങ്ങളിൽ തന്നെ വൈരുദ്ധ്യങ്ങൾ കാണുന്നത്. ഈ കാലത്ത് അനേക നിരീശ്വരവാദികളും വേദപുസ്തകത്തിനെതിരായി ശബ്ദമുയർത്തുന്നവരും ഒക്കെ പറയുന്നതായ കാര്യങ്ങളാണ് ഇവയൊക്കെ. എന്തുകൊണ്ടാണ് ഒരേ രീതിയിൽ ഇവരാരും എഴുതാതിരുന്നത് വേറെ രീതിയിലെന്ന്? അപ്പോൾ ഇതിനൊക്കെ ഉത്തരം പറയുവാനായിട്ട് നാം ഈ ദിവസങ്ങളിൽ പ്രാപ്തരാകണം. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പഠിക്കുന്ന പിള്ളേർ അഭിമുഖീകരിക്കുന്ന ചോദ്യങ്ങളാണ് ഇവയൊക്കെ. ഒന്നാമത്, ഈ സുവിശേഷങ്ങൾ 4 വിവിധ രീതിയിൽ എഴുതപ്പെട്ടവയാണ്. ഏതെങ്കിലും ഒരെണ്ണം ആദ്യം എഴുതിയിട്ട് ബാക്കി 3 സുവിശേഷങ്ങളും ആദ്യം എഴുതിയതിനെ കോപ്പി അടിച്ചതല്ല എന്ന് വ്യക്തമായി തെളിയിക്കുന്നതാണ് ഈ വൈരുദ്ധ്യങ്ങൾ. എന്നാൽ സുവിശേഷ എഴുത്തുകാര് ദൃക്സാക്ഷികളായിട്ടുള്ളതും മറ്റാരെങ്കിലും ദൃക്സാക്ഷികളായിട്ട് അറിഞ്ഞതുമായ വിവരങ്ങളാണ് അവർ സാക്ഷ്യപ്പെടുത്തി സുവിശേഷങ്ങളായിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഒരു സംഭവത്തിന്റെ പ്രാരംഭം ഒരാൾ എഴുതുമ്പോൾ മറ്റൊരാൾ അതേ സംഭവത്തിന്റെ അവസാന ഭാഗമായിരിക്കാം ഒരിക്കൽ എഴുതുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരിട്ട് കാണുന്നതായ അവസരം, ആ എഴുതുന്ന ആള് ആ സമയത്തായിരിക്കാം ഒരുപക്ഷെ ആ സംഭവം നടക്കുന്നതായ ആ ഭാഗത്തെത്തിച്ചേരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരിക്കലും ഒരു വൈരുദ്ധ്യമല്ല. ചിലർ ഈ ഉയർത്തെഴുന്നേൽപ്പ് രേഖപ്പെടുത്തുമ്പോൾ ഇരുട്ടുള്ള സമയമായിരുന്നു, ആ വ്യക്തി അവിടെ എത്തിയപ്പോൾ ഇരുട്ടായിരുന്നു. മറ്റുള്ള എഴുത്തുകാർക്ക് ഇത് നേരം വെളുക്കുന്ന സമയത്താണ് കാണുവാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത് ഒരിക്കലും വൈരുദ്ധ്യങ്ങളല്ല. എഴുത്തുകാരെ അവർക്ക് നേരിട്ട് കാണുന്നതും മറ്റുള്ളവർ പറഞ്ഞതുമായ വിവരങ്ങളെ എഴുതിയതാണ് എന്നുള്ളത് പറയുവാൻ നാം കണിശമായിട്ടും അറിവുണ്ടായിരിക്കും. വൈരുദ്ധ്യങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ മറ്റൊരു കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ വരുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ലൂക്കോസ് 24:10 ഉയർപ്പിന്റെ സമയത്ത് അവിടെ വന്നവരെ പറ്റി ലൂക്കോസ് എഴുതുന്നത് മഗ്ദലക്കാരത്തി മറിയ, യോഹന്ന, യാക്കോബിന്റെ അമ്മ മറിയ എന്നിവരുടെ കാര്യമാണ്. പിന്നെ അവരോട് കൂടെയുള്ള മറ്റു സ്ത്രീകളും. എന്നാൽ ഇവരുടെ സഹോദരിമാരുടെ ഒരു കൂട്ടത്തെയാണ് ഇവിടെ ലൂക്കോസ് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ നാം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ച സമയം അത് കിട്ടിയെങ്കിൽ എടുത്തെങ്കിൽ വായിക്കാം, അല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറക്കൽ ചെന്നു. കല്ലറ വാതുക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. 2-ാം വാക്യത്തെ അവൾ ഓടി ശിമോൻ പത്രോസിന്റെയും മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു. ഇവിടെ നമ്മൾ എത്ര പേരെ കാണുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ? നാം വാസ്തവത്തിൽ മഗ്ദലക്കാരത്തി മറിയെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ വേദപുസ്തകം തെറ്റാണ്, ഇത് ഒന്നും ഒരുപോലെയുള്ളതല്ല എന്ന് വാദിക്കുന്നവരുടെ മറ്റൊരു വാദമാണിത്. അതുകൊണ്ട് യോഹന്നാൻ എഴുതിയപ്പോൾ ഒരാളെ ഉള്ളായിരുന്നു, ലൂക്കോസ് എഴുതിയപ്പോൾ ഒരു കൂട്ടമുണ്ട്. അതുകൊണ്ട് ആരെഴുതിയതാ ശരി, നിങ്ങളുടെ പുസ്തകമൊന്നും ശരിയല്ല എന്ന് പറയുന്ന അനേകര് ഈ കാലത്ത് എഴുന്നേറ്റിട്ടുണ്ട്. ഇവിടെ നാം മഗ്ദലക്കാരത്തി മറിയെ മാത്രമേ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നുള്ളൂ. എന്നാൽ ഇത് ഒരിക്കലും ഒരു വൈരുദ്ധ്യമല്ല. നമുക്കിതിനെ എങ്ങനെ ഉത്തരം കൊടുക്കുവാനായിട്ട് കഴിയും? നാം അല്പം മുമ്പ് ചിന്തിച്ചതുപോലെ ഓരോ എഴുത്തുകാരും അവരവരുടെ വ്യത്യസ്ത ശൈലിയിലും വീക്ഷണകോണിലുമാണ് ഓരോ സംഭവങ്ങളും വിവരിക്കുന്നത്. ചില എഴുത്തുകാർ മറ്റുള്ള ദൃക്സാക്ഷികളായവർ വിവരിച്ചത് രേഖപ്പെടുത്തുമ്പോൾ യോഹന്നാൻ താൻ നേരിൽ കണ്ട കാര്യങ്ങളാണ് എഴുതിയത്. മറ്റാരെങ്കിലും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യവും യോഹന്നാൻ എഴുതാറില്ല. അദ്ദേഹത്തിന് നേരിൽ കണ്ട കാര്യങ്ങൾ മാത്രമേ യോഹന്നാൻ എഴുതുകയുള്ളൂ. അതിന്റെ തെളിവാണ് 1 യോഹന്നാൻ 1:1 നാം വായിക്കുന്നുണ്ട്, ആദി മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും എന്ന് പറഞ്ഞാൽ വേറെ ആരും കണ്ട വിവരണങ്ങളല്ല യോഹന്നാൻ എഴുതുന്നത്. എന്നാൽ മറ്റു സുവിശേഷകന്മാരും മറ്റു പലരും കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ എഴുതുമ്പോൾ യോഹന്നാന്റെ സ്റ്റൈൽ എന്ന് പറയുന്ന താൻ നേരിട്ട് കാണാത്ത ഒരു കാര്യവും യോഹന്നാൻ രേഖപ്പെടുത്തുകയില്ലായിരുന്നു. അപ്പോൾ 1 യോഹന്നാൻ 1:2 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞങ്ങളുടെ കൈ തൊട്ടതും ഞങ്ങൾ കണ്ടു സാക്ഷീകരിക്കുകയും ചെയ്തതാണ് നിങ്ങളോട് അറിയിക്കുന്നത്. അപ്പോൾ ഉയർപ്പിന്റെ രാവിലത്തെ സീൻ യോഹന്നാൻ പറയുന്നത് താൻ നേരിൽ കണ്ട കാര്യങ്ങളാണ്, കേട്ടറിവല്ല. യോഹന്നാൻ മഗ്ദലക്കാരത്തി മറിയയാണ് കണ്ടത്. മറ്റുള്ളവർ അവിടെ ഉണ്ടായിരുന്നോ എന്നുള്ളത് അദ്ദേഹത്തിന് പ്രശ്നമല്ലായിരുന്നു. എന്നാൽ മറിയെ താൻ ഫോക്കസ് ചെയ്തു. ആ മറിയ തന്നെയാണ് ഓടിച്ചെന്ന് ശീമോൻ പത്രോസിന്റെയും മറ്റേ ശിഷ്യൻ, ഈ മറ്റേ ശിഷ്യൻ എന്ന് പറയുന്ന ആള് തന്നെ യോഹന്നാനാണ്.
യോഹന്നാന്റെ അടുക്കൽ ചെന്നപ്പോൾ 1-on-1 ഒരു ഇന്ററാക്ഷൻ കിട്ടിയത് കൊണ്ടാണ് യോഹന്നാൻ മഗ്ദലക്കാരത്തി മറിയെ മാത്രം അവിടെ കാണുന്നതായി രേഖപ്പെടുത്തുന്നുള്ളൂ. അല്ലാതെ അദ്ദേഹം അത് എഴുതാതിരുന്നത് കൊണ്ട് മറ്റുള്ള സഹോദരിമാർ അവിടെ ഇല്ല എന്ന് വിശ്വസിക്കുവാൻ ഒരിക്കലും കഴിയത്തില്ല. അപ്പോൾ മറ്റുള്ളവർ അവിടെ ഇല്ലായിരുന്നു എന്നതിന് ഒരിക്കലും അർത്ഥമല്ല. യോഹന്നാൻ മഗ്ദലക്കാരത്തി മറിയെ മാത്രമാണ് ഫോക്കസ് ചെയ്തത്. ഇതൊരു വൈരുദ്ധ്യമേ അല്ല. ഓരോ എഴുത്തുകാരുടെയും വ്യത്യസ്ത ശൈലി എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ഇനി നമുക്ക് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ പ്രത്യക്ഷതകൾ നോക്കാം. അതിനകത്ത് യോഹന്നാന്റെ സുവിശേഷം 20:11 മുതൽ 18 വരെയുള്ള വാക്യത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ നാം വായിക്കുന്നുണ്ട് ലൂക്കോസ് സുവിശേഷം 24:13 മുതൽ 22 വരെയുള്ള വാക്യത്തിലാണ് നാം എമ്മോസിലേക്ക് പോയ 2 പേരെ കാണുന്നത്. അത് ബൈബിൾ പഠിതാക്കളുടെ ചിന്തപ്രകാരം അത് ക്ലയോപ്പാവാണെന്ന് നമുക്കറിയാം. അവർ പറയുന്നത് ഒരുപക്ഷെ രണ്ടാമത് കണ്ടത് അദ്ദേഹത്തിന്റെ ഭാര്യ ആയിരിക്കുന്നു. 2 പേരും കൂടിയാണ് ഒരു വീട്ടിലേക്ക് കയറി പോകുന്നത്. അത് ഒരുപക്ഷെ ക്ലയോപ്പാവും അദ്ദേഹത്തിന്റെ ഭാര്യയും ആയിരിക്കാം എന്നാണ് അവർ പറയുന്നത്. കൂടാതെ നാം ശീമോൻ പത്രോസിനെ ലൂക്കോസ് സുവിശേഷം 24:34 കാണുന്നുണ്ട്. അത് മാത്രമല്ല, കർത്താവ് തോമസ് ഒഴികെയുള്ള 10 ശിഷ്യന്മാർക്ക് യോഹന്നാന്റെ സുവിശേഷം 20:19 മുതൽ 24 വരെ പ്രത്യക്ഷമാകുന്നത് നാം കാണുന്നുണ്ട്. കൂടാതെ ചില പ്രത്യക്ഷതകൾ കൂടെ നമുക്ക് നോക്കാം. നാം ഇങ്ങനെ ഉയർപ്പിന്റെ കാര്യങ്ങളാണല്ലോ ചിന്തിച്ചു വരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20:26 അത് നാം എടുത്തെങ്കിലും ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20:26. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട് നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്ക എന്ന് പറഞ്ഞു. അത്ര മതി. നാം ഇവിടെ കാണുന്നുണ്ട് തോമസ് ഉൾപ്പെടെയുള്ള അപ്പോസ്തലന്മാർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ടതായിട്ട്. പിന്നെ നാം കാണുന്നുണ്ട് തിബരിയോസ് കടക്കരയിൽ വെച്ച് 7 ശിഷ്യന്മാർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ടതായിട്ട്. അവിടെ നാം ശീമോൻ പത്രോസ്, തോമസ്, നഥനിയേല്, സെബദി മക്കളെ, മറ്റു 2 ശിഷ്യന്മാര് മുതലായവരെ നാം അവിടെ കാണുന്നുണ്ട്. കൂടാതെ കർത്താവ് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ ഗലീലയിൽ വെച്ച് 11 പേർക്ക് പ്രത്യക്ഷമായ കാര്യം നാം വായിക്കുന്നുണ്ട്. അങ്ങനെ അനേകർക്ക് കർത്താവ് പ്രത്യക്ഷമായി. പിൽക്കാലത്ത് പത്മോസിൽ വെച്ച് യോഹന്നാനും പ്രത്യക്ഷനായി. ഇനി നമുക്ക് വേണ്ടി കർത്താവ് മധ്യാകാശത്തിൽ പ്രത്യക്ഷനാകും. ആമേൻ. ഒന്നുകിൽ നാം മരിക്കും, ഇല്ലെങ്കിൽ കർത്താവ് രണ്ടാമത് വരുമ്പോൾ നാം നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ നമ്മുടെ കർത്താവിനെ കാണും. ശിഷ്യന്മാർക്ക് മാത്രമല്ല, കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് രക്ഷിക്കപ്പെട്ട് വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് വരുമ്പോൾ നിശ്ചയമായും നാമും ഈ കർത്താവിനെ കാണും. കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് പ്രചരിപ്പിച്ച് മനുഷ്യഹൃദയങ്ങളിൽ സംശയമുയർത്തി ക്രിസ്ത്യാനിറ്റി വെറും പൊള്ളയായതും അവിശ്വസനീയമായ ഉപദേശങ്ങൾ നിറഞ്ഞതുമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന അനേക വീഡിയോകളും പുസ്തകങ്ങളും എല്ലാം ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിന് തക്കതായ പല മറുപടികളും ഈ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഞങ്ങളും ഒരു വീഡിയോ ചെയ്തിരുന്ന നിങ്ങൾ ഒരുപക്ഷെ കണ്ടു കാണുമല്ലോ. അതിനെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് പറയുന്നതായ ആ തിയറികളും അതിന് നാം കൊടുക്കുന്നതായ ഉത്തരങ്ങളുമെല്ലാം നമുക്ക് ഞങ്ങളുടെ ആ വീഡിയോ നിങ്ങൾ ദയവായി ശ്രദ്ധിക്കുക. അതിനകത്ത് വിശദമായി ഞാൻ എഴുതിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങളോട് യേശുവിന്റെ ഉയർപ്പ് ഒരു കെട്ടുകഥയാണ് എന്ന് ഒരു നിരീശ്വരവാദിയോ ഇതര ഏതെങ്കിലും മതസ്ഥരോ പറയുന്നു എന്നിരിക്കട്ടെ, നമുക്ക് അതിനെ എങ്ങനെ പ്രതികരിക്കാനായിട്ട് കഴിയും? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതിന് നിങ്ങൾക്ക് എങ്ങനെ മറ്റൊരാളെ സംശയലേശമെന്നെ സത്യത്തിലേക്ക് നയിക്കുവാനായിട്ട് കഴിയും? ബൈബിളിൽ പ്രതിപാദിക്കുന്ന ഉയർത്തെഴുന്നേൽപ്പിന്റെ വിവരണങ്ങൾ വിശ്വസിക്കുവാൻ പ്രയാസമുള്ളവർക്കായി വിശ്വസനീയമായ ചില തെളിവുകൾ നമുക്ക് അവതരിപ്പിക്കാനായിട്ട് കഴിയും. മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ സുവിശേഷങ്ങളിൽ കൂടിയാണ് കർത്താവിന്റെ മരണ പുനരുത്ഥാനത്തെ പറ്റി വിശദമായിട്ടുള്ള രേഖകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സുവിശേഷങ്ങളിലെ ഒഴിഞ്ഞ കല്ലറയുടെ പ്രാഥമികമായ സാക്ഷികൾ സഹോദരിമാരായിരുന്നു എന്നത് അതിന്റെ ആധികാരികത കൂടുതൽ വർദ്ധിപ്പിക്കുന്നതാണ്.
നിങ്ങൾ ഓരോരുത്തരും അറിയുന്നത് പോലെ കർത്താവിന്റെ കാലത്തെ യഹൂദ സംസ്കാരത്തിൽ സഹോദരിമാരുടെ വാക്കുകൾക്ക് വിശ്വാസീയത ഒട്ടും തന്നെ നൽകിയിരുന്നില്ല. ഒരു കള്ളക്കഥ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശിഷ്യന്മാർ ഇത്തരണത്തിൽ സഹോദരിമാരെ ഒരിക്കലും സാക്ഷികളാക്കുമായിരുന്നില്ല. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ സ്ഥലത്ത് തന്നെ ക്രിസ്തു സഭയ്ക്ക് അതിന്റെ ആരംഭവും അഭൂതപൂർവമായ വളർച്ചയും ഉണ്ടായി. ലോക്കൽ അധികാരികളുടെ ശത്രുതയും പീഡനവും നേരിട്ടാണ് ഇത്രയും ഭയങ്കരമായ വളർച്ച ചർച്ചിനുണ്ടായത് എന്ന കാര്യം നാം ഒരിക്കലും മറക്കരുത്. യേശുവിന്റെ ഉയർപ്പ് ഒരു കെട്ടുകഥയായിരുന്നുവെങ്കിൽ ഈ വളർച്ച ഒരിക്കലും സാധ്യമാകുമായിരുന്നില്ല. അത് തന്നെയല്ല, ഉയർപ്പിന് ശേഷമാണല്ലോ സർത്തോസുകാരനായിരുന്ന ശൗലിന്റെ മാനസാന്തരം. ആ ചരിത്രങ്ങളെല്ലാം നമുക്കറിയാവുന്ന വിഷയങ്ങളാണ്. അപ്പോൾ മത്തായി സുവിശേഷം 28-ാം അധ്യായം നാം വായിക്കുന്നത് തന്നെ ഒരു വിജയത്തിന്റെ പ്രഖ്യാപനമാണ്. അന്നത്തെ ആ ഒരു ഞായറാഴ്ച നാം ഒന്ന് ഓർത്തു നോക്കി. ഒരു ഭാഗത്ത് ക്രിസ്തു ശിഷ്യന്മാർക്ക് അത് ഭയത്തിന്റെയും അനിശ്ചിതത്വത്തിന്റെയും ദിവസമായിട്ടാണ് പുലർന്നത്. തലേ ദിവസം വെള്ളിയാഴ്ച കർത്താവിനെ അടക്കി, ശനിയാഴ്ച അവർ കാത്തിരിക്കുകയാണ് എന്താ സംഭവിക്കുന്നതെന്ന്. എന്നാൽ ഞായറാഴ്ച ഇതാ ഭയത്തോടെ ശിഷ്യന്മാർ വന്നിരിക്കുന്നു. യഹൂദന്മാരും അന്നത്തെ റോമൻ ഗവൺമെന്റും ചേർന്ന് ക്രൂശിലേറ്റിയ കർത്താവിനെ അവർ കല്ലറയിൽ ഒതുക്കി. ഒരു പ്രത്യാശയോ സന്തോഷമായ ഭാവിയോ അവരുടെ മുന്നിലില്ല. മുന്നിൽ വെറും ഭയപ്പാട് മാത്രം. എന്നാൽ മറ്റൊരു ഭാഗത്ത് അതിരാവിലെ ചില സഹോദരിമാര് തൈലം യേശുവിന്റെ ശരീരത്തിൽ പൂശുവാൻ കല്ലറക്കിലെത്തുന്നതായിട്ടാണ് നാം വായിച്ചത്. യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവർ ചിന്തിച്ചിരുന്നു എങ്കിൽ അവർ ആ യാത്ര അങ്ങനെ ചെയ്യില്ലായിരുന്നു. ശവത്തായിരുന്നതിനാല് ശവസംസ്കാരത്തിന് വേണ്ടി അവർ ഒരുക്കിയിരുന്ന വസ്തുക്കൾ എടുത്ത് യേശുവിന്റെ ശരീരത്തിൽ സുഗന്ധവർഗങ്ങൾ ഇടുവാൻ ഒരു ദിവസം ശവത്തിൽ വെയിറ്റ് ചെയ്തിട്ട് അവർ ഞായറാഴ്ച രാവിലെ പോവുകയായിരുന്നു. കർത്താവ് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് മുൻപ് കൂട്ടി കർത്താവ് അവരോട് പറഞ്ഞിരുന്നു. ആ വാക്യങ്ങളൊക്കെ വായിക്കാൻ നമുക്ക് സമയമില്ല. മത്തായി സുവിശേഷം അതിന്റെ 18-ാം അധ്യായത്തിന്റെ 16-ന്റെ 21, 17-ന്റെ 23, 20-ന്റെ 19 തുടങ്ങിയ വാക്യങ്ങളിലെല്ലാം നമുക്ക് കർത്താവ് തന്നെ പറഞ്ഞായിരുന്നു താൻ മരിക്കും, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ ഈ സഹോദരിമാര് അതൊന്നും ഓർക്കാതെ അവർ ഓടി തൈലം പൂശുവാനായിട്ട് പോയതാ. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കിയേ, എന്തോ ഒരു സന്തോഷമായിരിക്കും. അവർ പോകുന്ന വഴിയിൽ തന്നെ പറയുന്നുണ്ട് അവർക്ക് വേണ്ടി ആര് കല്ലുരുട്ടി മാറ്റുമെന്ന്. എന്നാൽ അവർ കല്ലറയ്ക്കിലെത്തുമ്പോൾ എന്തോ ഒരു സന്തോഷമായിരുന്നു അവർക്കല്ലേ. ഇതുപോലെ ജീവിതഭാരവുമായി വിഷയങ്ങളിൽ ദൈവം ഇടപെട്ടിരുന്നു എങ്കിൽ എന്നാശിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കാം നാം ഓരോരുത്തരും. നമ്മുടെ പ്രശ്നങ്ങളിൽ ദൈവം അത്ഭുതങ്ങൾ തന്നെ ചെയ്യും. ദൈവത്തിന്റെ സമയത്ത് ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതെത്ര പഴയതായിരുന്നാലും, എത്ര ഭയങ്കരമായിരുന്നാലും, എത്ര ഭയങ്കര കല്ലായിരുന്നാലും അതിന് നടുവിലൂടെ ദൈവം പ്രവർത്തിക്കും. വളരെ നാളുകളായി അനേക വിഷയങ്ങൾക്ക് വേണ്ടി നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ അതിന് മറുപടി ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് നിശ്ചയമായും ദൈവം നൽകി തരിക തന്നെ ചെയ്യും. നമ്മുടെ വിശ്വാസം എത്ര വരെ പോകുമെന്ന് ഒരുപക്ഷെ ദൈവം പരിശോധിക്കുകയായിരിക്കാം, നമുക്കറിഞ്ഞുകൂടാ. ഈ സഹോദരിമാര് ഭയവികടരായിരുന്നു. ശിഷ്യന്മാർക്ക് ഓടിച്ചെന്ന് ഗുഡ് ന്യൂസ് കൊടുക്കും. അവരുടെ ഉള്ളിലും ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ആ ഗുഡ് ന്യൂസ് അങ്ങോട്ട് ചെന്ന് സഹോദരിമാര് ഭയത്തോടെ ഇരിക്കുന്നതായ കർത്തൃ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ ആദ്യം അവർക്കത് വിശ്വസിക്കാൻ തന്നെ കഴിഞ്ഞില്ല. എന്നാൽ പെട്ടെന്ന് ദുഃഖത്തിലിരുന്നവരുടെ മുഖത്ത് ഒരു വലിയ പ്രകാശം, അല്ലേ? അവരിലും ഒരു വലിയ അത്ഭുതം തന്നെ നടന്നു. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രാധാന്യത്തെ നാം ഒരിക്കലും വില കുറച്ച് കാണരുത്. പെന്തക്കോസ്ത് നാളിലെ അപ്പോസ്തലനായ പത്രോസിന്റെ തകർപ്പൻ പ്രസംഗം ഉയർത്തെഴുന്നേൽപ്പിന്റെ ആ പ്രസക്തിയെ തന്നെ വിളിച്ചോതുന്നതായി. തുടർന്ന് അപ്പോസ്തല പ്രവൃത്തികളൊക്കെ വായിക്കുമ്പോൾ എത്രയോ ശക്തിയോടുകൂടിയാണ് ഈ ഉയർപ്പിന്റെ ശക്തി അവർക്ക് ലഭിച്ചതായ അവസരങ്ങളിലെല്ലാം അവർ വാനോളം ഉയർത്തിക്കൊണ്ടിരുന്നത്. നാം അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ അതിന്റെ ആദ്യം മുതലുള്ള ആ അധ്യായങ്ങളിലെല്ലാം ആ ഉയർപ്പിന്റെ ശക്തിയാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. എന്തൊക്കെയാണ് ഉയർപ്പിന്റെ അല്ലെങ്കിൽ പുനരുദ്ധാനത്തിന്റെ പ്രാധാന്യം എന്ന് നമുക്ക് തുടർന്ന് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 17, 18 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 17, 18 വാക്യങ്ങൾ. 17, 18. ആമേൻ.
എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കൽപ്പന എന്റെ പിതാവിങ്കൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഈ വചനം യേശുവിന്റെ ഈ വാക്കുകൾ നാം ശ്രദ്ധിച്ചല്ലോ, നാം വായിച്ചത് നാം കേട്ടു. തന്റെ ജീവനെ കൊടുക്കാനും തിരികെ പ്രാപിക്കാനും യേശുവിന് അധികാരമുണ്ടെന്നാണ്. ഇത് തെളിയിക്കുന്നത് യേശു ദൈവപുത്രൻ എന്നാണ്. അപ്പോൾ ഉയർപ്പ് തെളിയിക്കുന്നത് യേശു ദൈവപുത്രൻ എന്നാണ്. അതുപോലെ സങ്കീർത്തനം 16:10 നാം വായിക്കുന്നുണ്ട്, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ വാക്യം ഒരിക്കലും നിറവേറുകയില്ലായിരുന്നു. ഇത് തിരുവെഴുത്തുകളുടെ വിശ്വാസ്യതയാണ് കാണിക്കുന്നത്. ഒരു നാളിൽ നിശ്ചയമായും നമ്മുടെ കർത്താവ് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നടക്കും. ബൈബിളിൽ എന്തെല്ലാം എഴുതിയിട്ടുണ്ടോ അതെല്ലാം നടക്കുക തന്നെ ചെയ്യും. അപ്പൊ യേശുവിന്റെ ഉയർപ്പ് ക്രിസ്തുവിൽ മരിക്കുന്ന വിശ്വാസിയുടെ ഉയർപ്പിനെ സാധീകരിക്കുന്നതായി 1 തെസ്സലോനി 4:13 മുതൽ 18 വരെയുള്ള വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. അപ്പൊ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നാം ഉയർക്കും എന്ന വലിയ ഉറപ്പാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് റോമാലേഖനം 6:4 കൂടെ വായിക്കാം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെയെന്ന്. അപ്പോൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാനാണ്. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുമ്പോഴാണ് നമുക്ക് ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് ഇടയാകുന്നത്. അടുത്തത്, കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് നമുക്ക് ജീവനുള്ള പ്രത്യാശയുള്ളതിനാൽ നമുക്ക് പ്രത്യാശയുള്ള ജീവിതം അനുഭവിക്കുവാനായിട്ട് കഴിയും. ക്രിസ്തു ജീവിച്ചിരിക്കുന്നതിനാൽ നമുക്ക് വാസ്തവത്തിൽ മഹത്തായ ഒരു ഭാവിയുണ്ട്. കർത്താവിന്റെ പുനരുദ്ധാനത്താലാണ് നമുക്ക് ഈ ജീവനുള്ള പ്രത്യാശ ലഭിച്ചിരിക്കുന്നത് എന്നാണ് 1 പത്രോസ് 1:3 മുതൽ 5 വരെ നാം വായിക്കുന്നത്. ജീവനുള്ള പ്രത്യാശ നമുക്കുള്ളത് ഒരു ഡെഡ് ഹോപ്പ് അല്ല. അനേക ആളുകളെ, അവരെ മത സ്ഥാപകരായിട്ടുള്ളവരെ നാം ലോകത്തിൽ കാണുന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ കല്ലറ ഇന്ന് അടഞ്ഞു തന്നെ കിടക്കുമ്പോൾ നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ കല്ലറ മാത്രമാണ് ഇന്ന് തുറന്നു കിടക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന്. കർത്താവ് തന്നെ നമുക്കൊരു വഴി കാണിച്ചിരിക്കുകയാണ്. നമുക്കൊരു ഹോപ്പ് ഉണ്ട്. അതൊരു ഡെഡ് ഹോപ്പ് അല്ല. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു ഇന്ന് ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ദൈവത്തെ സ്തുതിക്കാം. ഒരു നാൾ നാം കാത്തിരിക്കുന്ന കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത സംഭവിക്കുക തന്നെ ചെയ്യും. അത് താമസിക്കുകയും നാം മരിക്കുകയും ചെയ്താൽ നമുക്കൊരു പ്രത്യാശയുണ്ട്, നാം ഉയർത്തെഴുന്നേൽക്കും. അതാണ് നാം ഇവിടെ കണ്ടത്. കർത്താവ് പറഞ്ഞു, ഞാൻ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുമെന്ന്. കർത്താവിൽ വിശ്വസിച്ച് വിശ്വസ്തയോടെ നിർമ്മലതയോടെ ഒരു ക്രിസ്തീയ കുടുംബജീവിതമോ ഒരു വ്യക്തി ജീവിതമോ നയിക്കുന്ന ഒരാൾക്ക് നിശ്ചയമായും തന്റെ മരണത്തിന് ഒരു പ്രത്യാശയുണ്ട്. നാം ഒരു നാൾ മരിക്കും. എന്നാൽ നാം മരിച്ചു കഴിയുമ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ തന്നെ നമുക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകും. നിശ്ചയം നിശ്ചയം നിശ്ചയം. പിന്നീട് നാം ഈ കർത്താവിനോടുകൂടെ നിത്യത ചിലവഴിക്കും. ഞാൻ ആദ്യം പറഞ്ഞതായ ഒരു വാക്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് ഞാൻ എൻ്റെ ഈ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കാമെന്ന് ചിന്തിക്കുന്നു. അവിടെ ദൂതൻ പറയുന്ന ഒരു വാക്യമാണ്, കം ആൻഡ് സീ. ആദ്യം നാം എന്ത് ചെയ്യണം? കല്ലറയ്ക്കകത്ത് വന്ന് കാണണം. നാം ഓരോരുത്തരും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാനും കർത്താവിനെ അനുഭവിച്ചറിയുവാനും ഇടയായി. ഇനിയും കർത്താവ് ആ ദൂതൻ പറഞ്ഞതായ വാക്കുകളാണ് ഞാൻ നിങ്ങളോട് ഒന്നുകൂടി ഓർപ്പിക്കുന്നത്. നൗ ഗോ ആൻഡ് ടെൽ. ആദ്യം കം ആൻഡ് സീ എന്ന് ദൂതൻ പറഞ്ഞു. കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കാണിച്ചു കൊടുത്തു. എന്നാൽ രണ്ടാമത്തെ ഭാഗം നാം ഇനി ചെയ്യേണ്ടതാണ്, ഗോ ആൻഡ് ടെൽ. ഈ കർത്താവിന്റെ ഉയർപ്പിന്റെ ശക്തി നമ്മളിലുണ്ടെങ്കിൽ
കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ ദൈവമെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ് ഗോ ആൻഡ് ടെൽ എന്നുള്ളത്. നമ്മുടെ ജോലി സ്ഥലത്തോ നമ്മൾ പോകുന്ന ഇടങ്ങളിലോ നമ്മുടെ സ്കൂളുകളിലോ നമ്മുടെ ജോലി സ്ഥാപനങ്ങളിലോ എവിടെയായിരുന്നാലും ആ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി നമ്മളിൽ ഉണ്ട് എന്ന കാര്യം നാം മറക്കരുത്. നശിച്ചു പോകുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയും. ഒരു ചെറിയ ട്രാക്റ്റ് ആയിരുന്നാലും നാം പോകുന്ന ഇടങ്ങളിൽ കൊടുക്കുക. അതിലൂടെ ദൈവം പ്രവർത്തിക്കും. ഗോ ആൻഡ് ടെൽ. നമുക്ക് പോകാൻ കഴിയുന്നില്ലെങ്കിൽ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ സഹായിപ്പാനുമായിട്ട് ദൈവം നമുക്ക് അതിനുള്ളതായ കൃപ നമുക്ക് ഓരോരുത്തർക്കും നൽകും. ഈ വാക്കുകൾ അങ്ങനെ ഒരു ഉത്തേജനത്തിനായി ഇന്ന് സന്ധ്യാസമയം എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകളെ ഇവിടെ നിർത്തട്ടെ. എന്നെ ശ്രദ്ധിച്ചവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവനാമം എല്ലായ്പ്പോഴും മഹത്വീകരിക്കപ്പെടുമാറാകട്ടെ. ആമേൻ.